ഒരു നേതാവായാൽ ഇങ്ങനെ വേണം. ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് ഇന്ത്യ രാജ്യത്ത് ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളായ പ്രിയങ്ക ഗാന്ധിയെ മാത്രമാണ്. മുത്തശ്ശി ആനപ്പുറത്ത് കയറിയാൽ കൊച്ചുമകൾക്ക് തഴമ്പുണ്ടാകുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണ് കടുത്ത വർഗീയവാദിയായ യോഗി ആദിത്യനാഥിനെതിരെയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഈ തുറന്ന യുദ്ധം. അധികാരത്തിന് പുറമെ എതിരാളികളെ നേരിടാൻ ഗുണ്ടായിസം ഉപയോഗിക്കുന്ന യോഗി ആദിത്യനാഥിനെ ഒന്ന് വെല്ലുവിളിക്കാൻ പോലും ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ യോഗിക്കെതിരെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച് യോഗിക്ക് കടുത്ത തലവേദനയായി ശക്തിയായ എതിരാളിയായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. തനിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. താൻ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ്, തന്നെ ഭീഷണിപ്പെടുത്തി സർക്കാർ വെറുതെ സമയം കളയണ്ട എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. സത്യം വിളിച്ചു പറയുന്നതിൽ നിന്നും തന്നെ ആർക്കും തടയാനാവില്ല എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കാൺപൂരിലെ ഷെൽട്ടർ ഹോമിൽ 57 പെൺകുട്ടികൾക്ക് COVID-19 സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചത്. തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച് സർക്കാർ വെറുതെ സമയം പാഴാക്കുകയാണ് എന്നും അവർ ചെയ്യുന്നതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. UP-യിലെ ജനങ്ങൾക്കു വേണ്ടി പൊതുപ്രവർത്തനം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കാര്യം. സത്യം വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതും അതിൽ ഉൾപ്പെടും. സർക്കാർ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നത് എന്റെ രീതിയല്ല. എന്നെ ഭീഷണിപ്പെടുത്തി UP സർക്കാർ വെറുതെ സമയം പാഴാക്കുകയാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ്. UP കോൺഗ്രസിന്റെ പ്രത്യേക ചുമതലയുള്ള നേതാവ് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്തോളൂ. സത്യത്തെ സത്യമായി നിലനിർത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് ഞാൻ, അല്ലാതെ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള BJP-യുടെ ഔദ്യോഗിക വക്താവല്ല എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. 3 ദിവസത്തിനകം ട്വിറ്റർ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നട്ടെല്ല് വളയ്ക്കാത്ത നേതാക്കളെ തന്നെയാണ് ഇനിയും നമുക്ക് ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ തെമ്മാടിത്തരവും 10 പൈസയ്ക്ക് പോലും വകതിരിവില്ലാത്ത മണ്ടത്തരങ്ങളും കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന നിലപാടുകളുമൊക്കെ ശക്തമായ രീതിയിൽ എതിർക്കുന്ന, അതിനെതിരെ ശബ്ദമുയർത്തുന്ന പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള നല്ല നേതാക്കളാണ് ഇനി വളർന്നു വരേണ്ടത്. ശബ്ദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഗർജിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.